കാപ്പിപ്പഴം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് അവധി ദിവസമായപ്പോഴത്തേക്കും മാളൂസിൻ്റെ വീട്ടിൽ പോയപ്പോൾ കണ്ട കുറച്ച് കാഴ്ചകളാണ്. അപ്പോൾ നമുക്കവിടെ കുറച്ച് സ്ഥലമുള്ളിടത്ത് ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്കും കണ്ട കാഴ്ചകളാണിത്. ഇത് അവിടെയുള്ളൊരു കിണറാണ്. അതിൻ്റെ വശത്തായിട്ടിരിക്കുന്ന ഇത് ശരിക്കും പറഞ്ഞാൽ ഏതോ ഒരു പഴത്തിൻ്റെ കുരുവാണ് കേട്ടോ. വേറെ ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇത് ഞാനും ആദ്യം വേറെ എന്തോ ആണെന്ന് വിചാരിച്ചാണ് അടുത്തേക്ക് പോയത്. ഇതവിടെ നോക്കി ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇത് അവിടെ കാണുന്ന അവിടുത്തെ കിണറാണ്. എപ്പോഴും വെള്ളം കിട്ടുന്ന ഒരു കിണറാണിത്. നാട്ടിൻപുറത്തെ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊക്കെ എന്തായിരുന്നാലും നമുക്ക് ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഗ്രാമപ്രദേശങ്ങളിൽ മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ ചെടിയുടെ കുരു തന്നെയാണ്. ഇത് എന്താണെന്ന് അറിയാമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടേക്കണേ. അപ്പോൾ അങ്ങനെ കുറേ സമയം നമ്മൾ അവിടെ ഇങ്ങനെ നിന്നതിന് ശേഷം വീണ്ടും കുറച്ച് അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ അവിടെ നേരെ നടന്നത് ആ കാപ്പിച്ചെടിയുടെ അടുത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ഈ കാണുന്നതാണ് കാപ്പിച്ചെടി. ഇതിൻ്റെ വിത്ത് ഉണക്കിയാണ് നമ്മൾ കോഫി പൗഡർ ഉണ്ടാക്കുന്നത്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള കോഫി നമുക്കിതിൽ നിന്ന് റെഡിയാക്കി എടുക്കാൻ കഴിയുന്നതാണ്. ഇതാണ് കൂട്ടുകാരെ കാപ്പിച്ചെടി. ഇതാണ് ഇത്. ഈ കാണുന്ന ഫ്രൂട്ടാണ് കാപ്പിപ്പഴം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ഉണക്കിയാണ് നമ്മൾ കാപ്പിക്കുരു ഇതിൽ നിന്ന് നമ്മൾ കോഫി റെഡിയാക്കി എടുക്കുന്നത്. ഇതിങ്ങനെ പച്ചക്കെടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതാണ് സംഭവം. ഇതാണ് നിൽക്കുന്നത്. ഇതാണ് കാപ്പിക്കുരു എന്ന് പറയുന്നത്. അപ്പോൾ പഴുത്ത് കഴിഞ്ഞ് നല്ല ഇത്തരത്തിലുള്ള ചെറിയ റെഡ് കളറായിട്ട് മാറും. ഇതിനെ ഉണക്കിയാണ് നമ്മൾ കാപ്പിയായിട്ട് പൊടിച്ചെടുക്കുന്നത്. ഇതൊന്ന് കഴിച്ച് കാണിച്ച് ടേസ്റ്റാണ്. ഇതാണ് കാപ്പിക്കുരു. അപ്പോൾ അതിൻ്റെ ഫ്ലഷി പാർട്ട് പോയി കഴിഞ്ഞാൽ ഈ കുരു കാണാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ. നാട്ടിലാണോ? അച്ഛൻ എവിടെ പോയിട്ട് വരുന്നതാ? എവിടെ പോയിട്ടാ വരുന്നത്?